ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസി ലഞ്ച് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു കേരള സ്റ്റൈൽ വെജിറ്റബിൾ കറിയാണ്, വെജിറ്റബിൾ റെസിപ്പിയാണിത്. പക്ഷേ ഇതിന് നല്ല മീനിൻ്റെ ടേസ്റ്റാണ്. മീൻ തോരൻ്റെ അതേ രുചിയുള്ള കോവയ്ക്ക തോരനാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഫ്രഷായിട്ട് വീടിൻ്റെ മുറ്റത്തു നിന്ന് തന്നെ പറിച്ചെടുത്ത കോവയ്ക്കയാണ്. ഇത് ഞാനിനി ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് നീളത്തിലാണ് അരിയേണ്ടത്. ഇതുപോലെ നമ്മൾ നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം അരിഞ്ഞു വെച്ച കോവയ്ക്കയാണ്. ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവോള. പിന്നെ നമ്മുടെ മീൻ പുളിയാണ് എടുത്തിട്ടുള്ളത്, അതായത് കുടംപുളി, അത് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ എരിവിനായി ഞാനിവിടെ കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും. ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. കൈ കൊണ്ട് ഞരടിയാലും മതി. ഇപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടി എടുക്കാം. ആ ചട്ടിയിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക തന്നെയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് സവോളയും പുളിയും ഇടുന്നു. പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ടാലും മതി, ചതയ്ക്കേണ്ട കാര്യമില്ല. ചതയ്ക്കുന്നതിന് പകരം കൈകൊണ്ട് ഞരടി വെച്ചാലും മതി. ഇനി നമുക്ക് ഞാൻ ചതച്ച് വെച്ച തേങ്ങയും കാന്താരിയും ഇഞ്ചിയും കൂടെയുള്ള ആ ഒരു മിക്സ്ചർ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്തു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ് ചേർത്തത്. ചിലരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കും. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് ശകലം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. കൈ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു തവി എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ആ മിക്സി കഴുകിയ ആ ഒരു വെള്ളമില്ലേ, കുറച്ചൊരു വെള്ളം, അത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി നമുക്കിത് തീ ഓൺ ചെയ്ത് അടുപ്പിലേക്ക് കയറ്റാം. ഇനി ഇത് വെന്ത് വന്നാൽ മാത്രം മതി. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കരിഞ്ഞൊന്നും പോവാതെ ഇളക്കി കൊടുത്തേക്കണം. ഉണ്ടോ, ആ വെള്ളത്തിൽ തന്നെ അതിന് ഊറി വന്ന വെള്ളവും കൂടി ഉണ്ട്, അതിൽ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇതിനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മീൻ തോരൻ്റെ അതേ രുചിയിലുള്ള ഒരു തോരനാണ്. ഇത് വെജിറ്റബിൾ ആണെങ്കിലും മീനിൻ്റെ ടേസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ഒരു ലഞ്ച് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിതിനെ. മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്. ഒരു കറിവേപ്പിലയും കൂടി ചേർത്താൽ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ മീൻ തോരൻ്റെ ടേസ്റ്റുള്ള കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്.